നമസ്കാരം. ഒരു ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിൽ ഒരു ഹിൽ വ്യൂ പോയിന്റിൽ ഒരു വീട് ആഗ്രഹിക്കുന്ന വളരെ സ്വപ്നം കാണുന്നവർക്കുള്ള വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബ്രാൻഡ് ന്യൂ വീടാണ്. ഏകദേശം 2100 സ്ക്വയർ ഫീറ്റിൽ 6 സെന്റിലായിട്ട് വെറും 89 ലക്ഷം രൂപയ്ക്ക് ഈ വീട് തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ കാണുന്ന ഒരു വ്യൂ പോയിന്റ്, ഇതിന് ഏതൊരു ബെഡ്റൂമിലായാലും ഹാളിലായാലും അതുപോലെ സിറ്റ് ഔട്ട് ഏരിയയിലും ഇതിന് ടെറസ് ഏരിയയിൽ നിന്നാലും ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് വീട് ആഗ്രഹിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടി. നമുക്ക് അതിന്റെ ഫുൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു വില്ല കമ്മ്യൂണിറ്റി ഏരിയയിലൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യൂ പ്രോപ്പർട്ടിയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് ബെഡ്റൂമിൽ നിന്നായാലും ഹാളിൽ നിന്നായാലും അതിൽ സിറ്റ് ഔട്ട് ഏരിയയിൽ നിൽക്കുന്നുള്ള ഇതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നൈറ്റ് വിഷനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എക്സ്ട്രീം ലെവൽ വേറെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് സിറ്റിയിൽ നിന്ന് ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീടായിട്ട് മാത്രം ഇത് നോക്കുക. ഏകദേശം ഈ കാണുന്ന തടികൾ കംപ്ലീറ്റ് നല്ല ഒന്നാം തരം തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേ കയറുമ്പോൾ തന്നെ നമുക്ക് 2 വണ്ടി അനായാസേനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിലേക്ക് കാർപോർട്സിലേക്ക് നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടേക്ക് ഒരു കോമ TV പോലത്തെ വണ്ടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ, അതുപോലെ തന്നെ നല്ലൊരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നമുക്ക് 2 വണ്ടി, ഏകദേശം 2-3 വണ്ടി ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഏത് ഇന്നോവ ആയാലും ഏത് വണ്ടി അനായാസേന നമുക്ക് തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു നല്ല വൈഡ് ആയിട്ടുള്ള മുറ്റമായിട്ടുള്ള ഏരിയ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ ഫ്ലോറിൽ നമ്മുടെ കാർപോർട്സിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ടല്ലേ, ട്രിവാൻഡ്രം സിറ്റിയുടെ ഹൃദയഭാഗമായി എല്ലാ ഭാഗവും നമുക്ക് ഒറ്റ വിഷനിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ ഒരു പ്രൈവസി ആയിട്ടോ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് റെന്റ് കൊടുക്കാനോ ഒക്കെ ഉള്ള അനേകമായിട്ടുള്ള ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. എന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇതിന്റെ തടിയുടെ വർക്കാണ്. ഇത് കംപ്ലീറ്റ് തേക്കും തടിയാണ്. കാരണം ഇത്രയും ബഡ്ജറ്റ് കുറഞ്ഞ വീടുകളിൽ ഇത്തരത്തിലുള്ള ഒരു പണിയൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത് ഡയറക്റ്റ് ഓണർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത വർക്ക് ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നത്. ഈ വീടിന്റെ വർക്ക് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം സമയമായിട്ടുണ്ട്. കംപ്ലീറ്റും ഫർണിച്ചർ കൂടിയിട്ടാണ് ഈ വീട് വിൽക്കാനുള്ളത്. ഈ കാണുന്ന തേക്കും തടി നിർമ്മിച്ചിട്ടുള്ള നല്ല വാസ്തുപ്രകാരം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള നല്ല ഒന്നാം തരം വീട്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ്, ഒരു L ടൈപ്പിലെ ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ താഴെ കാണുന്ന ഫ്ലോറുകൾ കംപ്ലീറ്റ് തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത്തരത്തിലുള്ള ബഡ്ജറ്റിലൊന്നും ഇങ്ങനത്തെ ഒരു വീടൊന്നും ഞാൻ ഈ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്താം. ഈ കാണുന്ന ഫ്ലോർ കംപ്ലീറ്റും തേക്കും തടി നിർമ്മിച്ചിട്ടുള്ള L മോഡൽ ഹോളാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നമുക്ക് നല്ലൊരു ലിവിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ TV യൂണിറ്റ് ഉണ്ട്. ഈ വീട് വാങ്ങിക്കുന്നവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി ഫർണിച്ചർ ചെയ്യണമെന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. കംപ്ലീറ്റ് ആയിട്ടും അതിനൊക്കെ 0 കോസ്റ്റ് മെയിൻ്റനൻസിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ടും ഈ കാണുന്ന ഫർണിഷിംഗ് ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത്. ഈ വീടിന്റെ പഴക്കം ഞാൻ നേരത്തെ പറഞ്ഞു 1 വർഷമായി കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ട് അവരിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത്. ഇന്ത്യയിൽ വർക്കുകൾ എടുത്താലും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു ഇന്ത്യയിൽ ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ടെയിലിന്റെ വുഡിന്റെ പാറ്റേണിലുള്ള ടെയിലാണ് കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക് ലിവിംഗ് സ്പേസ്, അതുപോലെ തന്നെ നമുക്ക് കയറി വരുന്നിടത്ത് നല്ല ഓപ്പൺ ആയിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഡൈനിങ് നമുക്ക് കിച്ചണിൽ ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ടും ഉള്ള ഒരുപാട് തടിയുടെ വർക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ പഴയകാല സ്മരണകളൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഭംഗിയുള്ള വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിലേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് കബോർഡ്സുകളും തടിയിലാണ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷനാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബെഡുകൾ കംപ്ലീറ്റും ഇൻക്ലൂഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബാത്റൂം ആയാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു വൈറ്റും ഒരു ബ്ലൂവും ടൈപ്പ് ടെയിൽ പാറ്റേണും താഴെ നല്ല ഗ്രിപ്പിംഗ് പാറ്റേണും കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിലേക്കാണ് ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ എന്ന് കേട്ടോ. കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു അടിപൊളി ഒരു വ്യൂ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ. ആ ഡോർ ആയാലും അതുപോലെ തന്നെ ഏത് സൈഡിലേക്ക് നോക്കിയാലും ഒരു ബ്രാൻഡ് ക്വാളിറ്റി, ഒരു പ്രീമിയം ക്വാളിറ്റി ടച്ച് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ വീടിന്റെ ഓരോ കൺസ്ട്രക്ഷൻ പാറ്റേൺ. ഈ സൈഡിലേക്ക് നമുക്ക് കിച്ചണിൽ നിന്ന് ഇത്രയും കൂടുതൽ ടൈലിട്ടേങ്ങനെ നമുക്ക് കണ്ടില്ല. ഈ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാ സൈഡിലും നല്ല രീതിയിലേക്കുള്ള ഒരു ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ സൈഡിൽ ഡൈനിങ് ടേബിളും കിച്ചൺ ഇതുമായിട്ട് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. നല്ല വൈഡ് ആയിട്ടുള്ള കിച്ചൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡൈനിങ്ങും കിച്ചണും ഒരുപോലെ ചെയ്തു പോകാനുള്ള സ്പേഷ്യസ് ഉള്ളത് കൊണ്ടാണ് അവർ ഈ രീതിയിലേക്ക് ഇതിന്റെ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുള്ള ഒരു കലവറ. ഇന്നത്തെ പോലെ നമുക്കൊരു എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന ഒരു സിമ്പിൾ ടൈപ്പ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഡോറിൽ ഇത് കംപ്ലീറ്റ് തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു പഴയ കാലത്തൊക്കെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്.
അതുകൊണ്ട് ഇത് മേടിക്കുന്നവരുടെ ഭാഗ്യം തന്നെ എന്നതിൽ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അത്രയ്ക്കും രീതിയിലേക്കുള്ള നല്ല ഒന്നാം തരം രീതിയിലൊക്കെയാണ് പണി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലേക്കും ഇതെല്ലാം നല്ല തേക്കും തടിയും ഗ്ലാസ്സുമാണ് ഇതിന്റെ ഡോർ പാറ്റേൺ എല്ലാം കൊടുത്തിരിക്കുന്നത്. മുകളിലായാലും എല്ലാം തേക്കും തടിയിലാണ് ഇതിന്റെ വാതിലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് സ്റ്റൗ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജൊക്കെ വെക്കാനായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള നല്ല ധാരാളം സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ തുണി നനയ്ക്കാനുള്ള കല്ലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിങ്ങിനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള നല്ല രീതിയിലുള്ള സ്പേഷ്യസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലേക്ക് ഒരു വാട്ടർ കണക്ഷൻ വരുന്നത് കിണറിന്റെ ഫെസിലിറ്റി അതായത് ബോർവെല്ലും ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടറും ഉണ്ട്. നമുക്ക് കോർപ്പറേഷൻ ഏരിയക്കകത്ത് ഇങ്ങനെയൊക്കെയുള്ള വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രൈസ് റേഞ്ച് കിട്ടുന്ന ഒരു വീഡിയോ ആ രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽ പാറ്റേൺ ആണ് നമുക്ക് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലെല്ലാം ഹാൻഡിലെല്ലാം നല്ല ഒന്നാന്തരം തേക്കും തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. തടിയും അതുപോലെ തന്നെ ഗ്ലാസും ആയിട്ടുള്ള പാറ്റേൺ ആണ് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുന്ന വഴി ഹാൻഡിലെല്ലാം സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ചെല്ലുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് ചെല്ലുന്നത് കേട്ടോ. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം പോലെയാണ് കൺസ്ട്രക്ഷൻ പാറ്റേൺ. നമുക്ക് ആ സൈഡിലേക്ക് നല്ല എയർ സർക്കുലേഷനും അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും ധാരാളം കെയർ കൊണ്ട് തന്നെ ഇതിനകത്ത് ലൈറ്റിന്റെ ഒന്നും അധികം ആവശ്യമില്ല. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇതിനകത്ത്. എനിക്ക് പേഴ്സണലി ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എയർ സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് നമുക്കിരുന്ന് ഫാനിന്റെ ആവശ്യമുള്ള ഏത് ആംഗിളിലും ഏത് ബെഡ്റൂമിലും നല്ല കാറ്റും വെളിച്ചവും കയറുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ നമുക്ക് താഴത്തെ ബെഡ്റൂമിനെക്കാളും വൈഡ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കണ്ടില്ലേ നല്ല അടിപൊളി ഒരു കട്ടിലെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഫർണിച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് കൊടുക്കുന്നത്. ഈ സൈഡിലേക്ക് നല്ല ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഒന്നാം തരം തടിയിൽ തന്നെയാണ് ഈ വീടിന്റെ എല്ലാ സ്റ്റോറേജ് സ്പേസുകളായാലും അതുപോലെ കബോർഡ്സുകളെല്ലാം തന്നെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു എക്സ്ട്രാ കോസ്റ്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ, നല്ല ഒന്നാം തരം ഒരു പ്രീമിയം ടച്ച് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു കളർ പാറ്റേൺ ടൈൽ പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ളത്. താഴെ നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം ഈ വീട്ടിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചില വീടുകളിൽ തോന്നുന്ന പോലെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ് എല്ലാ ബെഡ്റൂംസും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും നല്ല എല്ലാം സ്റ്റോറേജ് സ്പേസിലും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഒന്നാം തരം തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ഇതിന്റെ വേറൊരു വെച്ചാൽ ഇവിടെ നമുക്ക് മിററൊക്കെ വെച്ച് നമുക്ക് ഡ്രസ്സിംഗ് റൂമായിട്ട് നമുക്കൊരു പ്രൈവസി ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബാത്റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിന്റെ ഒരു കളർ പാറ്റേൺ കുറച്ചും കൂടി ഒരു പ്രീമിയം രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബാത്റൂംസുകളും ഹീറ്റർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് പാല് കാച്ചി താമസിച്ചാൽ മതി, ബാക്കി എല്ലാം ഇവിടെ റെഡിയാണ്. ഇത്രയും ബഡ്ജറ്റ് കുറഞ്ഞൊരു വീട് സ്വപ്നങ്ങളിൽ മാത്രമേ നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വ്യൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ടെറസ് ഏരിയ ഇട്ടു, നമ്മൾ താഴത്തെ ഫ്ലോർ ഇട്ടു. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു സിറ്റ് ഔട്ട് ഏരിയ അല്ലെങ്കിൽ ഒരു ബാൽക്കണി ഏരിയയിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഈ കടലിന്റെ കരയിൽ നിൽക്കുന്ന കടൽക്കാറ്റ് അടിക്കുന്നതിനേക്കാൾ ശക്തമായ രീതിയിലാണ് ഇവിടുത്തെ കാറ്റിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല ഒരു ഫ്ലോ ആണ് കേട്ടോ. കണ്ടോ, നല്ല ഒരു ശരിക്കും പറഞ്ഞ ഫാനിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ റേസ് ചെയ്യാനോ നിങ്ങൾ പർച്ചേസ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. ഈ ഒരു റിയാലിറ്റി എപ്പോഴും നമ്മൾ മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതൊരു വീഡിയോ കണ്ടാലും നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇവിടെ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ സമയവും നമ്മുടെ സമയവും വേസ്റ്റ് ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിലായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന്റെ സർവീസ് ചാർജ് കിട്ടുന്നത്. അതുകൊണ്ട് കാണുന്ന കസ്റ്റമർക്ക് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടിയിൽ ഇത് ഞാൻ പറഞ്ഞു നെട്ടയം ജംഗ്ഷനിൽ നിന്ന് ഇവിടേക്ക് വരാനായിട്ട് ഏകദേശം 900 മീറ്ററാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററാണ്. വഴയില പേരൂർക്കട ബേസ് ചെയ്തൊക്കെ വീട് നോക്കുന്നവർക്ക് ഒരല്പം മാറി ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വീട് നോക്കുന്നവർക്കൊക്കെ മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു വീട്. ഇത് അനാവശ്യമായി നമുക്ക് സിറ്റിയുടെ വെച്ചാൽ വളരെ സെൻട്രലായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കാണണം. ഒരു സമാധാനപരമായിട്ട് സിറ്റിയിൽ നിന്നും എന്നാൽ കോർപ്പറേഷനകത്ത് ഒരു സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ഒരു ബഡ്ജറ്റ് കുറഞ്ഞ ലോട്ടറി അടിക്കും പോലെ കിട്ടുന്ന രീതിയിലേക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ മുകളിൽ ടെറസ് ഏരിയയിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർകേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഷീറ്റ് എല്ലാം നല്ല കവേർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് തന്നെ. അവിടെയും നമുക്ക് ഇനി വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നുമില്ല. ഇവിടെയും ഈ വീടിന്റെ ഏത് സൈഡിൽ നോക്കിയാലും വ്യൂവിന്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള എല്ലാ
പ്ലഗും അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല 4 സൈഡിലും നടക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് കൂടിയുള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. വട്ടിയൂർക്കാവ്, നെട്ടയം, ISRO സൈഡിൽ അല്ലെങ്കിൽ കാച്ചാണി, വയലിക്കട, പേരൂർക്കട ബേസ് ചെയ്തൊക്കെ വീട് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ മണികണ്ഠേശ്വരമൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 6 സെന്റാണ്, 2100 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമുള്ള, ഏകദേശം 1 വർഷത്തിൽ താഴെ പഴക്കമുള്ള നല്ല ഒരു ബ്രാൻഡ് ന്യൂ വീടാണ്. പാല് കാച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീട് വാങ്ങിക്കുന്നവർക്ക് പാല് കാച്ചി തന്നെ താമസമാവാം. ഫർണിച്ചറെല്ലാം നമ്മളിവിടെ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതാണ്. ഈ പ്രോപ്പർട്ടി വില ഞാൻ ആദ്യമേ പറഞ്ഞു 82 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക.